ദേവി വിഗ്രഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നോക്ക് ശേഖർ, വെറുതെ തമാശ കളിക്കരുത്. സാക്ഷാൽ ദേവി എന്താ നിങ്ങളുടെ വീട്ടിലെ വിഗ്രഹത്തിന് മേലെ വന്നിരുന്നോ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേട്ടാ. ഇനി ചിലപ്പോ നിങ്ങൾക്ക് വല്ല കൈപ്പഴയും പറ്റിയതാണെങ്കിലോ? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കാരണമല്ലേ സംഭവിച്ചത്. എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവരുടെ വിശ്വാസം അവർക്ക് വലുതല്ലേ. ഒരു തവണ പോയി നോക്കുന്നതിൽ എന്താ തെറ്റ്? നോക്ക്, നിങ്ങൾ ഈ നാട്ടിൽ പുതുതായിട്ട് വന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. മിണ്ടാതിരിക്കണം. അല്ല, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഉറപ്പായും ദേവിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംഭവിക്കുക? ഒരിക്കലും ഇങ്ങനെ നടന്നിട്ടേ ഇല്ല. പരമേശ്വര, ശേഖരൻ പാവം തന്നെയാ, പക്ഷെ ഒരിക്കലും കള്ളം പറയില്ല. അവന്റെ വിശ്വാസമാണ് വലുത്. നീ ചെന്നൊന്ന് നോക്കുന്നതിൽ എന്താ തെറ്റ്? ഇവരുടെ സത്യസന്ധതയൊക്കെ ഞങ്ങൾക്ക് അറിയാത്തതാണോ? അത് വിട് സർ. സുമംഗലി പൂജ നടക്കേണ്ടതാണ്. ഈ ഒരു കാരണം കൊണ്ട് അതിനൊരു തടസ്സം ഉണ്ടാവരുത്. ഒരു തവണ നോക്കുന്നതിൽ എന്താ തെറ്റ്? അല്ല, ഇതെന്ത് ന്യായവാ? ആരുടെയോ വീട്ടിൽ തീ പിടിച്ചതിന് നമ്മൾ എന്തിനാ ദേവിയുടെ വിഗ്രഹം പോയി നോക്കുന്നേ? ഏയ് ശേഖർ, തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? പരമേശ്വര, ഇപ്പൊ ഞാൻ പറയുന്നത് നീ കേക്ക്. ഒന്ന് പോയി നോക്കുന്നതിൽ ഒന്നും സംഭവിക്കില്ല. അതല്ല പൂജാരി. ഇങ്ങോട്ടൊന്നും പറയണ്ട. നീ പറഞ്ഞോണ്ട് വന്നതല്ലേ നിനക്ക് മനസ്സിന് സമാധാനമില്ലെന്നും എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു എന്നും. ഇത് അതിനുള്ള സൂചനയാണെങ്കിലോ? വേഗം പോ. ശരി, വാ. എനിക്കെന്തോ ഈ കാര്യം നടക്കില്ല എന്നൊരു തോന്നൽ. ഭൈരവ, തന്റെ സുഹൃത്തിനോട് കുറച്ചു നേരം വായടയ്ക്കാൻ പറയൂ. ഇനിയും ഇതുപോലെ അപശകുനം പറയുകയാണെങ്കിൽ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കേണ്ടതായി വരും. രുദ്ര, കുറച്ച് ക്ഷമ കാണിക്കൂ. വന്ന കാര്യം സാധിച്ചു, അതിന്റെ സൂചനകൾ കാണുന്നുണ്ട്. നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അപശകുനം പറയാതെ. കിരാത, മഹാദേവന്റെ ദിവ്യശക്തികൾ ഉൾക്കൊള്ളുന്ന ത്രിപുര സുന്ദരി ദേവിയുടെ തിരുവാഭരണം ദാ ഇതിനകത്തുണ്ട്. ഇവരാണോ നീ പറഞ്ഞ ആ വിരുന്നുകാർ? ഇവരാണോ ചക്രപുരിയിലേക്ക് വന്ന അന്യദേശക്കാർ? നീ എന്താ ഇവരോടൊപ്പം നിൽക്കുന്നത്? എങ്ങനെ വന്നു അതുപോലെ തിരിച്ചു പോകാൻ പറ. ശ്രീചക്രം എന്ന് പറയുന്നത് മാമ്പഴമല്ല പങ്കിട്ട് ഭക്ഷിക്കാൻ. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ ഇവരെ ഓടിക്കാം. എത്ര വലിയ ആൾക്കാരാണെങ്കിലും പ്രശ്നമല്ല, എത്ര ശക്തിയുള്ളവരായാൽ പോലും പ്രശ്നമല്ല. വേഗം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ആവശ്യമില്ലാതെ ഞങ്ങളുടെ വഴിക്ക് തടസ്സം നിൽക്കരുത്. തിരുമേനി, ഇവർ കാരണം നമ്മുടെ ലക്ഷ്യത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും തിരുമേനി, നിങ്ങൾ കുറച്ചൊന്ന് സമാധാനപ്പെടൂ. നിങ്ങൾ ആ ദേവിയുടെ ഭക്തനാണ്. നിങ്ങളല്ലാതെ മറ്റാർക്കും ആ തിരുവാഭരണം തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ തൊടാൻ ശ്രമിക്കുന്നവൻ കത്തി ഭസ്മമായി പോകും. ഭയപ്പെടാതിരിക്കൂ. നിങ്ങളുടെ വിജയത്തിൽ തീർച്ചയായിട്ടും എൻ്റെയും ഒരു പങ്കുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ തന്നെ എനിക്കൊരു പങ്കും ആവശ്യമില്ല. ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. എനിക്ക് ആവശ്യമുള്ളത് മറ്റൊരു കാര്യമാണ്. എന്താ? അവരുടെ ഒരു ശത്രു ഈ ചക്രാപുരിയിൽ എത്തിയിട്ടുണ്ട്. ശത്രുവിനെ കിട്ടിയാലുടൻ ഇവർ പൊക്കോളും. എന്നാൽ ശരി. കിരാത, ഇതാ തിരുവാഭരണം. ആർക്കും സംശയം തോന്നാതെയാണ് ഞാനിത് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. ഇനി നീ പറഞ്ഞത് ചെയ്യേണ്ട സമയമായിരിക്കുന്നു കിരാത. ആരും ചെയ്യാത്ത കാര്യമാണ് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇനി ഇതിൽ നമുക്ക് വിജയമുണ്ടായേ പറ്റൂ കിരാത. അമ്മേ, ഈ മകനോട് ദയവായി ക്ഷമിക്കണമേ. കുട്ടികളുടെ മനസ്സിൽ അനാവശ്യമായ ആഗ്രഹങ്ങൾ ജനിപ്പിച്ച് ദൂരെ നിന്ന് നോക്കി ആസ്വദിക്കുകയാണോ? ജയ് മഹാകാല. ഈ സാഹചര്യം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നിങ്ങളുടെ വിജയവും പരാജയവും അത് മനസ്സിലാക്കുക. ഇതിന്
ഞങ്ങളുടെ ശത്രുക്കളും തടയായി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. എന്താ നിങ്ങളുടെ എതിരാളികളാണോ ഞങ്ങൾക്ക് തടസ്സം നിൽക്കുന്നത്? ആരാ നിങ്ങളുടെ ശത്രുക്കൾ? അത് വലിയൊരു വിചിത്രമായ കഥയാണ് തിരുമേനി. അത് പിന്നീട് വിശദമായി സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ധാരാളം ജോലിയുണ്ട്. ഏയ് ശേഖർ, നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിന്റെ ഉള്ള ജോലിയും കൂടെ പോവും, പറഞ്ഞേക്കാം. ശേഖർ എന്താ ഒന്നും മിണ്ടാത്തെ? നോക്കങ്ങോട്ട്, തീ ആളി കത്തിക്കൊണ്ടിരിക്കുക. ചെല്ലേ, വെള്ളം ഒഴിച്ച് അതിനെ അണയ്ക്ക്. നീ എന്താടാ നോയിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ചേട്ടനെ സഹായിക്ക്. മതി, നിർത്തറ. ഇയാളെ അന്ധമായി വിശ്വസിച്ച് ഞാനൊരു വഴിയായി. എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനുഷ്യന്റെ സമാധാനം കളയുന്നതായി ഇവരുടെ ജോലി. ഞാൻ പറഞ്ഞതല്ലേ പൂജാരി, ഇയാളെ വലിയ ഡ്രാമ കമ്പനിയെ വിശ്വസിക്കരുതെന്നൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ? ഇവരുടെ ഈ ഓരോ നാടകങ്ങൾ കാരണമാ എല്ലാ കുടുംബങ്ങൾക്കും പ്രശ്നം. ഇവന്റെ ഒരു പ്രശ്നം കാരണം മറ്റുള്ള എല്ലാവർക്കും പ്രശ്നമാണ്. ശരി, അതൊക്കെ പിന്നെ സംസാരിക്കാം. ആ സമയത്ത് അവൻ എന്തൊക്കെ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ച് ദേവിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? അമ്പലത്തിൽ പ്രസാദം ഉണ്ടാക്കാനല്ലാതെ ഇയാൾക്ക് വേറെ എന്തറിയാം? നോക്ക്, ശേഖരന ചിലപ്പോ നിങ്ങളുടെ അത്ര ഞങ്ങൾക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ദേവിയുടെ കാര്യത്തിൽ ഇവൻ ഒരിക്കലും കള്ളം പറയില്ല. വീട്ടിൽ വെച്ച് ഞങ്ങളിത് കണ്ടതാ, തീ പിടിച്ചിരുന്നത്. ദേവിയുടെ താലി മുറിഞ്ഞുപോയി. ആ ദേവി ഇവരുടെ വീട്ടിലുള്ളതാ, ഇവർക്കൊരു തുണ. അതിനു വേണ്ടിയിട്ടാ ഇങ്ങോട്ട് വന്നത്. തെറ്റായിപ്പോയി, ക്ഷമിക്കണം. പക്ഷെ ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ? പരമേശ്വര, നീ അത് വിട്ടേക്കേ. ദേ നോക്ക്, ഇതിനെപ്പറ്റി പുറത്തൊന്നും പറഞ്ഞേക്കരുത്. തെറ്റെന്തായാലും സംഭവിച്ചു. അതെ, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ിരിക്കുന്നു രക്ഷിക്കുവാനാകില്ല. എന്റെ ദേവി,
നിൽക്കാം. എന്ത് സംഭവിക്കരുതെന്ന് വിചാരിച്ചു? എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം? അത് ഈ കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ തിരുമേനിയുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോ തിരുമേനി അവിടെ ഇല്ലായിരുന്നു. ആ, ഇവിടെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പുറത്തേക്ക് പോയി. ഓഹോ, എന്ത് ജോലിയെന്ന് പറയാൻ പറ്റോ? ഡേയ്, വേലക്കാരനായ നീ ആരാടാ എന്നോട് ചോദിക്കാൻ? ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യണമെന്നൊക്കെ നിന്നോട് പറയണോടാ? പുറത്ത് നിൽക്കേണ്ടവനൊക്കെ ക്ഷേത്രത്തിനുള്ളിൽ വന്നിരിക്കുന്നു. നിങ്ങൾ പുറത്തു പോയാലും ക്ഷേത്രത്തിലിരുന്നാലും എവിടെയാണെങ്കിലും പ്രശ്നങ്ങൾ തന്നെയല്ലേ, അതുകൊണ്ടാ ചോദിച്ചേ. പരമേശ്വര, ഇവനെ ആദ്യം ഇവിടെ നിന്ന് ഓടിക്കേ. ഇവൻ പരിധി വിട്ടിരിക്കുന്നു. ദേവിയുടെ താലി മോഷണം പോയിരിക്കുക, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ കാത്തിരുന്നേ. എന്താ? ദേവിയുടെ തിരുവാഭരണം മോഷണം പോയെന്നോ? എന്തായി പറയുന്നേ? അതെങ്ങനെ സാധിക്കും? അത് തന്നെ ഞങ്ങളും നിങ്ങളോട് ചോദിക്കാനായിട്ട് വന്നേ. ഭദ്ര, നീ കൊച്ചുകുട്ടിയാണ്. നീ അങ്ങനെ തന്നെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. പരമേശ്വര, എന്താ സംഭവിച്ചത്? ഇവനെന്താ ഒച്ചയെടുക്കുന്നത്? അതെ തിരുമേനി, ദേവിയുടെ കഴുത്തിലുണ്ടായിരുന്ന യഥാർത്ഥ താലി ആരോ മോഷ്ടിച്ചോണ്ട് പോയി. എന്താ? തിരുവാഭരണം മോഷ്ടിച്ചു വന്നോ? യഥാർത്ഥ താലി എടുത്ത് മാറ്റിയിട്ട് പകരം വ്യാജമായൊരു താലി വെച്ചിരിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും തിരുമേനി? സുമംഗലി പൂജ അടുത്ത് വന്നോണ്ടിരിക്കുക. യഥാർത്ഥ താലി ദേവിയുടെ കഴുത്തിൽ ഇല്ലെങ്കിൽ ദേവിക്ക് ശക്തിയൊന്നും ലഭിക്കില്ല. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഈ ഗ്രാമത്തിൽ എന്തൊക്കെയായി നടക്കുന്നത്? ദേവിയുടെ ശ്രീചക്രത്തെ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ പ്രവൃത്തികളാണിതെല്ലാം. അമ്മയുടെ ശക്തിയെ കുറച്ചിട്ട് അതിനുശേഷം ശ്രീചക്രത്തെ മോഷ്ടിക്കും. ഇതായിരിക്കും അവരുടെ ഉദ്ദേശം. ഇത് തന്നെയായിരിക്കും സത്യവും. നോക്കിക്കോ, ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. ഗോപി, നീ എന്താ കുടിച്ചിട്ടുണ്ടോ? ശ്രീചക്രം മോഷ്ടിക്കുമെന്ന് പറയുന്നത് വെറും കിംവദന്തിയാണ്. ഈ കാര്യം പുറത്തറിയിച്ച് ജനങ്ങളെ പരിഭ്രാന്തരാക്കണ്ട. തിരുവാഭരണം മോഷണം പോകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും പേര് പറയുന്നത് കള്ളമാണോ? ഒരാളെ വേണമെങ്കിൽ പറ്റിക്കാം, പക്ഷേ ഇത്രയും പേരെ പറ്റിക്കാൻ പറ്റുമോ? ഞാനിത് വിശ്വസിക്കുന്നില്ല. തിരുമേനി, സത്യമായിട്ടും അങ്ങേക്ക് ഇതേക്കുറിച്ചൊന്നും അറിയില്ലെന്നാണോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. പരമേശ്വര, വാ നോക്കാം. വരൂ. നിങ്ങൾ തന്നെ പറ, ഇത് യഥാർത്ഥ താലിയല്ലല്ലോ. പറയൂ തിരുമേനി, ഇത് വ്യാജമായ താലിയല്ലേ?
ഇക്കാര്യത്തിൽ എന്റെ സംശയം ഇതുവരെ മാറിയിട്ടില്ല. ഇത് വ്യാജമാണോ ഒറിജിനലാണോ എന്ന്. എന്താന്ന് വെച്ചാ ദേവിയുടെ താലിയിൽ അത്ര വലിയ മാറ്റമൊന്നും കാണുന്നില്ല. അതെ, ഇത് വ്യാജ ആഭരണമാണ്. ഏതോ ശത്രുക്കൾ നമ്മുടെ മാനം കളയാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്തതാണ്. നിങ്ങൾ പേടിക്കണ്ട, ആഭരണം ഉടനെ ലഭിക്കും. ദേവിക്ക് അതിനുള്ള ശക്തിയുണ്ട്. നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല.